ദേ ഭാനുമതിയുടെ അച്ഛൻ വരുന്നു. അച്ഛാ, കോളേജ് ഫീസ് കിട്ടിയോ അച്ഛാ? ഫീസ് അടച്ചില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇന്നെ പുറത്താക്കും. അച്ഛന്റെ കയ്യിൽ 15 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി എന്റെ മകൾ പ്രിൻസിപ്പാളിന് കൊടുക്കണം. ബാക്കി 5 രൂപ അച്ഛൻ അടുത്ത മാസം കൂലിപ്പണി ചെയ്ത് തരാമെന്ന് പറയണം. അച്ഛൻ വിഷമിക്കണ്ട. ഫീസ് മുഴുവൻ അടയ്ക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി പഠിക്കുന്നില്ല. കേശവപിള്ളേ. അയ്യോ തമ്പി മുതലാളി, 5 രൂപയ്ക്ക് വേണ്ടി ഭാനുമതി പഠിത്തം നിർത്താനോ? കേശവപിള്ളയ്ക്ക് വേണ്ടത് 5 രൂപയല്ലേ? ഞാൻ തരും ആ 5 രൂപ. ഈ കടപ്പാടൊക്കെ ഞാൻ എങ്ങനെ വീട്ടും തമ്പി മുതലാളി? കേശവപിള്ളേ, എന്റെ മകളെ പോലെ തന്നെയല്ലേ എനിക്ക് ഭാനുമതിയും. അവള് പഠിക്കട്ടെ, അവള് പഠിച്ചു മിടുക്കിയാവട്ടെ. കേശവപിള്ളേ, പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷേ നമ്മളുടെ സ്നേഹബന്ധം അതെന്നും ഉണ്ടാവണം. നമ്മുടെ റോമിയോ രഘു വരുന്നു. എന്താണ് രഘു, നിന്റെ കാമുകി ശശികല നിന്നോട് പിണങ്ങിയോ? അവനെ കണ്ടാൽ ഇപ്പൊ ഒരുമാതിരി നത്ത് കടിച്ചതുപോലുണ്ട്. ഒന്നുമില്ല, അവളുടെ കല്യാണം ഉറപ്പിച്ചു. രഘുവേട്ടാ, നിന്നെ ശശികല. എന്റെ ശശികളെ, എന്റെ രഘുവേട്ട. എങ്കിലും നിനക്കിതെങ്ങനെ സാധിച്ചു ശശികളെ? എന്നെ മറന്നിട്ട് വേറൊരു കല്യാണത്തിന് സമ്മതിക്കാൻ? അവർ വലിയ പണക്കാരാണ്, ചെറുക്കൻ വലിയ ഉദ്യോഗക്കാരൻ, സിനിമ ടാക്കീസിൽ ടിക്കറ്റ് കീറുന്ന ജോലി. ഇതൊക്കെ വന്നപ്പോ എന്റെ സമ്മതം ആരും ചോദിച്ചില്ല. ശശികളെ, രഘുവേട്ടൻ വിഷമിക്കരുത്. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ രഘുവേട്ടന് കിട്ടും. നൈസായിട്ട് ഒഴിവാക്കുവാണല്ലേ? നമുക്ക് പിരിയാം രഘുവേട്ട. തേച്ചു അല്ലേ? കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. നോക്കി വച്ചൊരു കാലകാലപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കാലകാലപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. കാശി കുറുക്കിയ മോഹത്തിന്മാല് പൂച്ച കുടിച്ച് പോകും. അയ്യോ പൂച്ച കുടിച്ച് പോകും. പത്തിരി ചുട്ട് പരത്തി മറിച്ചത് കട്ടുറുമ്പും കട്ടും, ഒരു കട്ടുറുമ്പും കട്ടും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കാലകാലപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. രഘുവേട്ടന്റെ ഈ സങ്കടം എനിക്ക് സഹിക്കുവാനാകുന്നില്ല. രഘുവേട്ടന്റെ സങ്കടം എനിക്ക് പകർത്തു തന്നുകൂടെ? സരോജം, ശശികലയ്ക്ക് പകരം നീ. അതെ രഘുവേട്ട, അതെ. രഘു, ഇതാണ് പറയുന്നത്, കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന്. സരോജം, എന്റെ രഘു. കുളിക്കുവാൻ പോകുന്ന വഴി